ചില പ്രത്യേക ക്യാരക്ടറുള്ള ആളുകൾക്കേ പറ്റും. ആ ഒരു ആഗ്രഹം വരും. ആദ്യം പറഞ്ഞ ഭ്രാന്ത് 2019 അയച്ചിട്ടുണ്ട്. അല്ല, ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യും. ഇത്ര കരഭ്രാന്ത് ആർക്കാണുള്ളതെന്ന് നോക്കാൻ വേണ്ടി. ചെറിയ കാറുകളാണെങ്കിൽ ബഹുമാനിച്ച് പോകേണ്ട റോഡുകൾ ഇത് മൈൻഡ് ചെയ്യണ്ട, ചുമ്മാ വരുമ്പോ ഇറ്റ്സ് മെയ്ഡ് ഫോർ ദാറ്റ്. ബെൻസ്, BMW, ഓഡി, ഈ ഒരു കാറുകളൊക്കെ റോബിൻജിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമാണ്. വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞ സാധനം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്പ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മാരുതി ജിംനിയുടെ ഒരു തികഞ്ഞ ഭ്രാന്തനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കറിയാം, അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹേറ്റ് ക്യാമ്പയിൻ നേരിട്ടൊരു വണ്ടിയാണ് ഈ ജിംനി എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പ്രതീക്ഷയോടെ ഇവിടെ വന്നതാണ്. അപ്പം മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഒരു വാഹനം വന്ന് നിൽക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെയാണോ? ശരിക്കും ഒരു ജിംനി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരാളുടെ ഒരു വ്യൂ പോയിന്റിൽ ഈ വാഹനം എങ്ങനെയുണ്ട്? നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല, ഏകദേശം 195 രാജ്യങ്ങളിൽ ഈ ഒരു വാഹനം വിൽക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഒരു ഇമ്പാക്ട്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ അഗൈൻ വെൽക്കം ടു റോപ്പ് മൈ ഷോ. അപ്പൊ നമ്മൾ പറഞ്ഞ ആ ഭ്രാന്തനാണ് കേട്ടോ, വെറും ഭ്രാന്തനല്ല, ജിംനിയുടെ ഭ്രാന്തനാണ്. ഇത് തന്നെ വളരെ ചങ്കാണ്. അദ്ദേഹത്തിന്റെ പേര് നിസ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. നിസാർ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. അപ്പൊ എവിടെ വീടൊക്കെ? ആണോ? ശരിക്കും നിങ്ങൾക്ക് ഭ്രാന്തല്ല. ഈ നാട്ടുകാർ മുഴുവൻ പറയുന്ന ഈ വണ്ടി വെറും പാട്ടയാണ്, അതിനെക്കൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇത്ര ലക്ഷം രൂപ കൊടുത്ത് ഈ വണ്ടി എങ്ങനെ വാങ്ങിച്ചു? ഇത് ഉപയോഗിക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളാണ് ജിംനിയെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ജിംനി വാങ്ങിച്ച ആരെങ്കിലും അത് സെല്ല് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, അല്ല സെല്ല്, കാരണം അല്ല, സ്വന്തമാക്കിയ ആളുകൾ അതിനോട് എന്താ പറയാ, അത്രയും ഇഷ്ടപ്പെട്ടു പോകും. എല്ലാവരും പറയുന്നത് കാശ് കൊടുത്ത് മേടിച്ച് കുടുക്കി പോയതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മൾ OLX ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എത്ര കാറുകൾ കിട്ടാണ്ടെന്ന്. ഇത് സത്യം പറഞ്ഞാലേ ജിംനി പ്രാന്ത് എന്നല്ല, ഞാനൊരു ഇമെയിൽ കാണിച്ചു തരാം. 2019 ഞാൻ സുസുക്കിക്ക് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾ അയച്ചത്? ഞാൻ അയച്ചിട്ടുള്ളത് ജിംനി ഇന്ത്യയിലോട്ട് എന്ന് വരും. 2019 അയച്ചിട്ടുണ്ട്. പിന്നെ അയച്ചിട്ടുള്ളത് ഇൻ കേസ് ഇപ്പൊ വരുന്നില്ലെങ്കിൽ നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻ ഉണ്ടോ? കാരണം പല രാജ്യങ്ങളും, അത്രയും രാജ്യങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. 2018 ഈ ഒരു 4th ജനറേഷൻ വന്നിട്ടുള്ളത്. ഞാൻ മുന്നേ അത് ഇന്റർനെറ്റിൽ നോക്കാറുണ്ടായിരുന്നു. പിന്നെ ഖത്തറിൽ ഞങ്ങളുടെ ബിസിനസ് ഖത്തറിലാണ്. അപ്പൊ അത് ചോദിക്കാൻ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് നമ്മളിപ്പം പേര് മാത്രമേ പറഞ്ഞുള്ളത്, സ്ഥലവും പറഞ്ഞില്ല. സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം പട്ടാമ്പിയാണ്. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലും ഉണ്ട്, കുറെ മുന്നേ ഉള്ളത്. പക്ഷെ എന്റേതായ ഇൻട്രസ്റ്റിൽ തുടങ്ങിയ ഒരു ചാനൽ നിസ് ടു മീറ്റ് യു എന്നാണ്. ഓക്കെ, അത് ചെറിയ യൂട്യൂബ് ചാനലൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം ഡ്രോൺ ഷോട്ടുകളുടെ എട്ടുകളിയാണ്, ഭയങ്കര രസമാണ്. ഞാൻ ആ പേജ് താഴെ ഒന്ന് പിൻ ചെയ്യാം, ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. പല റിസോർട്ടുകളുടെ ഒക്കെ വീഡിയോസ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്റെ പയ്യൻ പറഞ്ഞ് എന്റെ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് കയറാത്ത, അവര് തള്ളി മറിക്കാണ് സ്കൂളിലൊക്കെ. ഞാൻ പറഞ്ഞാ നമുക്ക് ഇനി സബ്സ്ക്രൈബേഴ്സ് കയറും, ഇനി ഞാൻ വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ജിംനിയുടെ വീഡിയോ. ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യും. ഇത്ര കരഭ്രാന്ത് ആർക്കാണുള്ളത് നോക്കാൻ വേണ്ടി ജിംനിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ട് ചാനലിൽ ഇടാനേ ഉള്ളൂ. ചാനലിന്റെ പേര് നിസ് ടു മീറ്റ് യു എന്നാണ്. ഓക്കെ, അപ്പം അവിടെ ബിസിനസിനെ കുറിച്ച് പറയാം. പട്ടാമ്പിക്കാരനാണ്. അപ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഖത്തറിലാണ് അല്ലേ? പിന്നെ ഞാനിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. എന്താ അതിന്റെ പേര്? ഷോഫേസ് ഡിജിറ്റൽ. ഓക്കെ, അതിപ്പോ ചെയ്യുന്നത്. അത് മുന്നേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഇതിലോട്ട് കാര്യമായിട്ട് ഇറങ്ങുന്നത്. ഓക്കെ, ശരി. അപ്പൊ കഥയിലേക്ക് വരാം. ഖത്തറുമായിട്ട് എങ്ങനെയാണ് ജിംനിയുടെ ബന്ധം വരുന്നത്? അവിടെയാണ് ഫസ്റ്റ് ജിംനി നേരിട്ട് കാണുന്നത്. അത് 3 ഡോർ ആയിരുന്നു, ഒരു ബ്ലൂ കളറിൽ, നമ്മുടെ കസ്റ്റമറുടെ അടുത്താണ്. ഓക്കെ, ഞാൻ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമർ ആയിരുന്നു. അപ്പൊ എന്റെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ നീ വേണമെങ്കിൽ എടുത്തോ, അതായത് അവർ സെല് ചെയ്യാൻ റെഡി ആയിരുന്നു. അപ്പൊ ഞാൻ ബ്രദേഴ്സിനോട് പറഞ്ഞു നമുക്ക് എടുത്താലോ. ഇതൊരു ടോയ് പോലത്തെ ഒരു കാറല്ലേ, എന്തിനാണ് അത് എടുക്കുന്നത്? അവർക്ക് ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ എടുത്താണ് FJ ക്രൂയിസർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് അതിന്റെ ഒരു ഇന്റീരിയറും പിന്നെ അതിന്റെ ഒരു അപ്പിയറൻസും കാര്യങ്ങളെല്ലാം ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെടുത്തു. പ്രാവശ്യം ഞങ്ങൾ ഡ്യൂൺസിൽ പോകും, ഈ FJ ക്രൂയിസർ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഒരു കുഞ്ഞൻ കാറ് ഭയങ്കര സ്പീഡിൽ കയറി പോകുന്നു. അപ്പൊ ബ്രദേഴ്സ് ചോദിച്ചു അതേതാ കാറ്? അപ്പൊ ഇതാണ് അന്ന് നിങ്ങൾ പറഞ്ഞ വേണ്ട എന്ന് പറഞ്ഞ നിങ്ങൾ തള്ളിക്കളഞ്ഞ സാധനം. അപ്പൊ അവരൊന്ന് ഇംപ്രസ്ഡ് ആയി, അത് കൊള്ളാലോ. അത്രേ ഉള്ളൂ, അത് ആ സ്റ്റോറി ആണ് തീർന്നു. പക്ഷേ ജിംനിയോടുള്ള ഇൻട്രസ്റ്റ് എനിക്ക് തീർന്നിട്ടില്ല. ഖത്തറിൽ ഇപ്പൊ നമുക്ക് ഏത് ടൈപ്പ് കാറും കിട്ടും, ഇവിടുത്തെ അത്ര കോസ്റ്റും വരില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്റർനെറ്റിൽ നോക്കി ഈ ജിംനി നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് അല്ലേ? കാരണം ഒരു ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് കാപ്പബിലിറ്റി ഉള്ള ഒരു കാർ അത്രയും വരെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നെറ്റിൽ നോക്കിയപ്പോൾ അതിന്റെ റിസൾട്ട് ഒന്നുമില്ല. ഇവർക്ക് ഡയറക്റ്റ് ഇമെയിൽ ചെയ്തു സുസുക്കിക്ക്. അപ്പൊ അവർ റിപ്ലൈ ചെയ്തു, ഒഫീഷ്യലി ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് കാര്യങ്ങളും വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഞങ്ങളെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ദേ വിൽ ബി അപ്ഡേറ്റിംഗ് എന്നുള്ളൊരു ഇൻഫർമേഷൻ തന്നു. അന്ന് മുതൽ ഞാൻ കാത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ 2023
ഇന്ത്യയിൽ സംഭവം എത്തി. ഓക്കെ. ഞാൻ എന്ത് ചെയ്തു 25,000 കൊടുത്ത് ബുക്ക് ചെയ്തിട്ടു. കാരണം ഓൾറെഡി ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മള്. അങ്ങനെ ബുക്ക് ചെയ്തു. ഇതിന്റെ പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ സത്യത്തിൽ ഷോക്കായി. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അവിടുത്തേതിലും പ്രൈസ് കുറഞ്ഞ് നമുക്ക് കിട്ടണ്ടേ? അതെ, തീർച്ചയായും. അല്ല വേണ്ട. അതെ അതെ. പക്ഷെ പ്രൈസ് ഒരു 18 to 90 lakhs എന്തോ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ. തുടക്കത്തിൽ ടോപ്പ് ആൻഡ് വേരിയന്റ് അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു അത് കുറച്ച് റിസ്ക് ആണ്, നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ആ 25,000 ഒരു 6 monthsന് ശേഷം തിരിച്ചു വാങ്ങിച്ചു. എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, കാർ റെഡിയാണ്, പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പറഞ്ഞു ഇല്ല, ഇതിന്റെ പ്രൈസ് റിസ്ക് ആണ്. പിന്നെ എല്ലാ റിവ്യൂസ് ഇരുന്ന് കാണും. അതില് പോസിറ്റീവ് റിവ്യൂസിൽ കൂടുതൽ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. മാരുതിക്കെതിരെ പൊതുവെ സംഭവം ഒരു ഡീഗ്രേഡിങ് കാര്യങ്ങൾ വരും. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാറുകളെ പോലെയല്ല ജിംനിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ജിംനി ഇസ് ജിംനി. ഇപ്പൊ താർ പറഞ്ഞ താർ ഇസ് താർ. ഡിഫറെന്റ് പർപ്പസ്, ഡിഫറെന്റ് മെഷീൻസ്. ഈ ഒരു ജിംനി എന്ന് പറഞ്ഞാൽ അത്രയും 105 കൺട്രീസിലും ജിംനി അത്രയും രാജ്യങ്ങളിൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു രാജ്യം ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. 2 കൈ നീട്ടി സ്വീകരിച്ച സംഭവമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു 5 ഡോറിന് വേണ്ടിയിട്ട് ഇപ്പൊ UAE ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആളുകൾ വെയിറ്റിംഗ് ആണ്. 6 months ഒക്കെ വെയിറ്റിംഗ് അല്ലേ? കാരണം അവർക്ക് ഇതൊരു പ്രൈസേ അല്ല. അതെ, നമ്മൾ ഇന്ത്യൻസ് ഇതൊക്കെ വെറും നിസ്സാരം പുച്ഛം. പക്ഷേ ഇപ്പോൾ ഇതിന്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒത്തിരി ഓഫർ പ്രൈസ് വരുന്നുണ്ട്. ഞാൻ കഥയിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ അത് ക്യാൻസൽ ചെയ്തു. ആ ഒരു വേണ്ട, ജിംനി ഇപ്പോൾ വേണ്ട എന്നുള്ള ക്യാൻസൽ ചെയ്തു. ഞാൻ ഉപയോഗിച്ചിരുന്നത് ഷെവർലെയുടെ സെല്ലുവ, അതുപോലെ വീട്ടിൽ ഫോർച്യൂണറും ഉണ്ട്. അപ്പം മൈലേജിന്റെ കാര്യം കുറച്ച് റിസ്ക് ആണ്. അത്രയും വലിയ വണ്ടിയാണ്, നമ്മൾ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ഷെവർലെയുടെ സെല്ലുവയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങിയതിന് ശേഷം നമുക്ക് പ്രൊമോഷന്, റിസോർട്ട്സ് ഒക്കെ പോകേണ്ട, ഓഫ് റോഡ് പോകേണ്ട കുറച്ച് ആവശ്യം. അപ്പോൾ നമുക്ക് എല്ലാ പേർപ്പസും നടക്കുന്ന രീതിയിലുള്ള ഒരു കാറ് വേണം. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് ജിംനി ആയിരുന്നില്ല ഒരിക്കലും. ഓക്കെ. കാരണം അത് പ്രൈസ് കണ്ടപ്പോൾ ബോധം പോയി കിടന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കിയയുടെ സോണറ്റ്, അതുപോലത്തെ സെൽറ്റോസ്, കുറച്ചൊരു ഹൈറ്റ് ഉള്ള SUV ടൈപ്പ് വരുന്ന അതാ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ സുഹൃത്തിൻ്റെ ഒരു നിതിൻ എന്ന് പറഞ്ഞ നെക്സയിൽ വർക്ക് ചെയ്യുന്നത്, ആ വിളിച്ചു, കുറച്ച് ഓഫേഴ്സ് വരാൻ ചാൻസ്, ഒരു 3-3.5 ലക്ഷത്തിൻ്റെ അടുത്ത് ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ട്, ജിംനി ഒന്ന് ബുക്ക് ചെയ്തു. ഞാൻ പറഞ്ഞ കളറ്, ഞാൻ പറഞ്ഞ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ സോക്കെ ഞാൻ പർച്ചേസ് ചെയ്യും, ധൈര്യമായിട്ട് ബുക്ക് ചെയ്യും. അങ്ങനെ അവൻ ബുക്ക് ചെയ്തു. ബ്ലാക്ക് കളർ, ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ്. ഒരു 14.6 ആണ് എനിക്ക് ഇതിന്റെ ജിംനിയുടെ എമൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ഒരു പ്രൈസ് റിഡക്ഷൻ കിട്ടിയപ്പോഴാണ് വണ്ടി എടുത്തത്. സ്വപ്ന വണ്ടി സ്വന്തമാക്കി. എന്താണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഒരു അപ്പിയറൻസ് ആണ് ഫസ്റ്റ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. സോപ്പോട്ടി വണ്ടി അല്ല, ടോയ് കാർന്ന് എല്ലാവരും കളിയാക്കുമ്പോഴും അപ്പിയറൻസ് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. അല്ല, ഇത് സംഭവം ഞാൻ കണ്ടറിഞ്ഞ വണ്ടിയാണ്. പുറത്ത് പോയുള്ള ഒരാള് അവിടെ ജിംനി കാണിക്കുന്ന കസരത്തുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറ്റം പറയാൻ വെക്കൂല. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഓൾട്ടർ ചെയ്ത വെഹിക്കിൾസ് എന്തെല്ലാം കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇതിൽ ടെന്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഈ ക്യാമ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പല നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഇതിലും ബെസ്റ്റ് വണ്ടി വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും രാജ്യങ്ങളിൽ ഇറങ്ങിയ സംഭവം, അത്രയും ആക്സറീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു അപ്പിയറൻസ് ആണ് എനിക്ക് ഫസ്റ്റിൽ ഇഷ്ടമായത്. വേണമെങ്കിൽ നമുക്ക് G-Wagon-ഉമായിട്ട് അതിന്റെ ഒരു അപ്പിയറൻസിനെ കമ്പയർ ചെയ്യാം. ബോക്സി ടൈപ്പ് എനിക്ക് ആ ഒരു ഷേപ്പ് ഓൾറെഡി ഇഷ്ടമാണ്. പിന്നെ ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്, കാരണം കുറച്ചൊരു ഹൈറ്റിൽ എന്നാൽ നമുക്ക് വളരെ കോമ്പാക്ട് ആയിട്ട് ഏതിലൂടെയും കയറി പോകാൻ പറ്റണം. ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടിൻ്റെ റോഡുകൾ അറിയാലോ, എല്ലാം റബ്ബറൈസ്ഡ് ആവില്ല. കുറച്ച് കച്ചറകളൊക്കെ ഉള്ള റോഡ് ഉണ്ടല്ലോ. നമ്മൾ ചെറിയ കാറുകളാണെങ്കിൽ ബഹുമാനിച്ച് പോകേണ്ട റോഡുകൾ ഇതിൽ മൈൻഡ് ചെയ്യണ്ട, ചുമ്മാ ഇറ്റ്സ് മെയ്ഡ് ഫോർ ദാറ്റ്. ഒരു ഓഫ് റോഡ് എന്നുള്ള പേർപ്പസ് ആണ് ഇതിൽ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്നൊരു വിഷയമല്ല. നമുക്കുണ്ടല്ലോ, നമ്മൾ പുതിയൊരു കാർ എടുത്താൽ കച്ചറകളൊക്കെ പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. വിഷമം വേണ്ട, ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ജിംനി നമുക്ക് വാഹനം എടുത്തതിന് ശേഷം ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് റോഡിനൊക്കെ അത്ര കേപ്പബിൾ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് വരുത്തേണ്ടതുണ്ട്. അപ്പം മിസ് ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ടൈമിൽ ഈ ജിംനിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഓഫ് റോഡിന് പറ്റിയ ലുക്കേ ആയിരുന്നില്ല. ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഗ്രിൽ ഏരിയ ആയിരുന്നു. ഇതൊരു ഗൺമെറ്റൽ കളറായിരുന്നു, ഒരു ഗ്രേ ഷെയ്ഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു അതെനിക്ക് വേണ്ട. അവർ പറഞ്ഞു നമുക്ക് ഗ്രില്ല് മാറ്റാം, എക്സ്ട്രാ പേയ്മെന്റ് തന്നുള്ള വേറെ കളികളൊന്നും വേണ്ട, എനിക്കതൊന്ന് ബ്ലാക്ക് ആക്കി തന്നാൽ മതി. അതും പിന്നെ അലോയ് വീൽസും, അതായത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് തീമിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അവരത് കൂളായിട്ട് ചെയ്തു തന്നു. പിന്നെ ഞാൻ അടുത്തതായിട്ട് അവരോട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്
ഈ ഒരു ടയറിൻ്റെ കാര്യം. ഈ ജിംനിക്ക് പറ്റിയ ടയറേ ആയിരുന്നില്ല ഇതിൽ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 195 പ്രൊഫൈലുള്ള ടയറാണ് ഉണ്ടായിരുന്നത്. അതൊരു ഓൾ സീസൺ ടൈപ്പ് ടയർ, കിടിലൻ ടയറാണ്. പക്ഷേ ജിംനിയുടെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ, ആ ലുക്കിലെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ റൈഡിങ് എക്സ്പീരിയൻസിലെ ഫീൽ കിട്ടണമെങ്കിൽ ടയർ മാറണം, അല്ലെങ്കിൽ സൂക്ഷിച്ച കാര്യങ്ങൾ പോലെ. അതാണ് സംഭവം. സോ ഞാൻ എന്ത് ചെയ്തു, ടയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ ഇതെല്ലാം ഞാൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങി എത്ര സൈസിലേക്കാണ് മാറ്റിയിരിക്കുന്നത്? 215. നമുക്ക് 235 വരെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിന്റെ ഒരു ആർട്ടിക്കുലേഷനൊക്കെ പ്രശ്നം വരും, തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ലുക്ക് മാത്രം പോരല്ലോ, സേഫ്റ്റി, അതുപോലെ തന്നെ ഇത് റോഡ് കോണ്ടാക്ട് കൂടും സൈസ് കൂടുന്നതിനനുസരിച്ച്. സോ മൈലേജ് നല്ല ഷോർട്ട് ആകും. ഒരു റൈഡിങ് കംഫർട്ട് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ആ 2 മാറ്റങ്ങൾ മാത്രമേ വരുത്തിയുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു സ്പെയർ വീൽ വരുന്നത് ബാക്ക് ഡോറിലാണ്. അതിന്റെ കവർ എടുത്ത് കളഞ്ഞു, നേക്കഡ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എനിക്കൊരു ഈ അപ്പിയറൻസ് ഇപ്പൊ ഓക്കെ അല്ലേ? അടിപൊളിയാണ്. പിന്നെ അകത്തെന്തെങ്കിലും ഈ ഒരു കോമ്പാക്ട്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് സുസുക്കി കുറെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ മെയിനായിട്ട് സ്റ്റോറേജ് സ്പേസ്. ആളുകൾ പറയുന്നത് വളരെ ചെറുതാണെന്ന്, പക്ഷെ ഇതിൽ കയറി ഇരുന്ന് റൈഡ് ചെയ്താൽ നമുക്കറിയാം എന്താ, നമ്മളൊരു വലിയൊരു SUV-യിൽ ഇരുന്ന് റൈഡ് ചെയ്യുന്ന അതേ ഫീലാണ്. പക്ഷേ സ്റ്റോറേജ് എല്ലാം കുറച്ച് കുറവാണ്. ഐ മീൻ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് മാത്രമാണ് വരുന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഡോർ പാഡിലാണെങ്കിലും ചെറിയൊരു സ്പേസ്, ഗാഡ്ജറ്റ്സ് ഒന്നും വെക്കാനുള്ള ഒരു സ്പേസ് അധികം ഇല്ല. പക്ഷേ അത്രയും ആക്സറീസ് എവിടെയും കിട്ടും. ഈസി ആയിട്ട് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. ഈ ഒരു കാർ വാങ്ങിച്ച ഉടനെ തന്നെ ഇന്റീരിയറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിന്റെ യൂട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടാവും, അത് സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യുന്നേ വീഡിയോ. പിന്നെ ഇതിൽ എനിക്ക് ഷോർട്ടായിട്ട് തോന്നുന്നു ഒരു ഹാൻഡ് റെസ്റ്റിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. കാരണം അത് അവർക്ക് ആഡ് ചെയ്യായിരുന്നു. ഇത്ര കോമ്പാക്ട് ആണെങ്കിൽ കൂടി ഹാൻഡ് റെസ്റ്റ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്ന വല്ല മേജർ ആയിട്ടുള്ള വല്ല മാറ്റങ്ങളുണ്ടോ? അത് എക്സ്ട്രാ ഒരു ആക്സസറി എന്നുള്ള രീതിയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. അത് ടയറൊന്നും മാറ്റിയിട്ടുണ്ട്, പിന്നെ ഈ ഒരു ഗ്രില്ലിന്റെ പെയിന്റും മാറ്റിയിട്ടുണ്ട്. ഇനി എനിക്ക് ആഗ്രഹമുള്ളത് ഒരു സ്നോക്കിൽ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്, ബാക്കിലൊരു ലാഡറും. അതാണ് എനിക്ക് ആഗ്രഹമുള്ളത്. പക്ഷെ കുറച്ചിങ്ങനെ പോട്ടെ. അപ്പോൾ ഇനി പൊതുവേ പറഞ്ഞു കേൾക്കുന്നുണ്ട് ജിംനിക്ക് മൈലേജ് ഫിഗേഴ്സ് പൊതുവെ ഒരു ഡ്രോപ്പാണ്, ഈ പറയുന്നൊന്നും കിട്ടത്തില്ല. പക്ഷെ മാരുതി എന്ന് പറഞ്ഞാൽ മൈലേജ് കിങ് ആണ്. അപ്പം എന്താ പേഴ്സണൽ എക്സ്പീരിയൻസ്? ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയി വാഹനം എടുത്തിട്ട്? ഏകദേശം ഒരു 4000 കിലോമീറ്റർ ഓടി അല്ലേ? അപ്പം സർവീസ് ഒന്നും ആയിട്ടില്ല, എന്നാൽ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസിൽ എങ്ങനെ കിട്ടുന്നത്? 1000 കിലോമീറ്ററിൽ സർവീസ് ചെയ്തു. അതിൽ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മൈലേജിൽ ചെറിയൊരു ഹൈക്ക് കിട്ടി. പിന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഓട്ടോമാറ്റിക് കാർ എങ്ങനെ റൈഡ് ചെയ്യാന്നുള്ളത്. അത് ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടത്. അത് കണ്ടതിന് ശേഷം ഞാൻ ആ രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്തു ഡ്രൈവിങ്ങിൽ. അപ്പോൾ നമ്മൾ ആരാണെങ്കിലും ഈ ഓട്ടോമാറ്റിക് കാറുകൾ ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരു 1 വീക്ക് മുന്നേ റോബിൻജിയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം 11 ലക്ഷം പേരോളം കണ്ട ഒരു വീഡിയോ. ഇപ്പോഴും ഒത്തിരി പേര്, അതായത് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ പറയും എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഓട്ടോമാറ്റിക് കാർ ഡ്രൈവ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ഐഡിയ കിട്ടുന്നത്. ഓടിക്കുന്നവരുണ്ട്, പക്ഷെ എന്നാലും ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് ഞാനും ചിന്തിക്കുന്നത്. ബെസ്റ്റാണ്, കാരണം ഞാനേ കരുതിയത് ഡ്രൈവിംഗിൽ ഞാൻ പുലിയാന്നാണ്. പക്ഷേ ഈ ഓഫ് റോഡ്, ഐ മീൻ ഓട്ടോമാറ്റിക് കാറൊക്കെ ഓടിക്കണമെങ്കിൽ അത് ഡിഫറെന്റ് ലോജിക്കാണ്. ഇപ്പൊ കറന്റ് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയാമോ? എനിക്കൊരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 11 to 12, അതിലും കൂടുതൽ വരുന്നുണ്ട്. ചില ടെറൈൻസിനനുസരിച്ച്. അപ്പോൾ നമ്മളൊരു സ്റ്റേബിൾ ആയിട്ട് കുറച്ച് നല്ലൊരു റോഡാണെങ്കിൽ അത് ഒരു 14 വരെ പോകുന്നുണ്ട്. എനിക്കിപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടിയത് 14.6 ആണ്. 4.6. നമ്മൾ എങ്ങനെ റൈഡ് ചെയ്യുന്നു അതിനനുസരിച്ച്, ഏത് ടെറൈനിലൂടെ നമ്മൾ റൈഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ചെറിയൊരു ഷോട്ട് വരും. ഇതൊരു പറയുന്നത് പലരും പറയുന്നത് 15 വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ കുറവുള്ളവരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 4 ഗിയറിലേ ഉള്ളൂ. ഈ ഗിയർ വലിയൊരു പ്രോബ്ലമാണ്. അതായത് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആക്സലറേഷനിലാണ് ഓട്ടോമാറ്റിക് വണ്ടി പൊതുവെ ഇരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഇതിപ്പം ഇതിന്റെ ഗിയർ റേഷ്യോസ് തന്നെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ മൈലേജ് ഡ്രോപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആ ലോജിക്ക് ഉപയോഗിച്ച്, ആ വീഡിയോക്ക് പറഞ്ഞ ലോജിക്ക് ഉപയോഗിച്ച് ഓടിക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല മൈലേജ് കിട്ടും. ബെസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ ഓട്ടോമാറ്റിക് കാർസ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കാണുന്നത് ബെസ്റ്റാണ്, കാരണം അത്രയും ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. ഞാനത് തൊട്ട് മുകളിൽ ഐ ബട്ടണിൽ ആ ഒരു ലിങ്ക് ഒന്നുകൂടെ കൊടുത്തേക്കാം. ഒരു 3 വർഷം മുമ്പ് ചെയ്ത വീഡിയോ. അപ്പം ഫൈനലി ഉള്ളൊരു ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണേ. അപ്പം ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജിംനി എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഡീഗ്രേഡിങ് മാർക്കറ്റിംഗ് കണ്ടിട്ട് മടിച്ചു നിൽക്കുന്ന പലരുമുണ്ട്. ഇതിന് കേപ്പബിലിറ്റി ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ കൊടുക്കാനുള്ളൊരു ഉപദേശം എന്താണ്, അല്ലെങ്കിൽ ഒരു സജഷൻ എന്തായിരിക്കും? ഇപ്പോൾ ബെൻസ്, BMW, ഓഡി, ഈ ഒരു കാറുകളൊക്കെ റോബിൻജിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടോ? നോർമൽ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും. ആക്ച്വലി ഇറ്റ്സ് എ സിംബൽ ഓഫ് സ്റ്റാറ്റസ്. പക്ഷെ എല്ലാവർക്കും ഈ ഒരു ജിംനി വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. ചില പ്രത്യേക ക്യാരക്ടറുള്ള ആളുകൾക്കേ പറ്റും. ആ ഒരു ആഗ്രഹം വരും. ആദ്യം പറഞ്ഞ ഭ്രാന്ത്. ഐ മീൻ ജിംനി ഈസ് എ സിംബൽ ഓഫ് ക്യാരക്ടർ, നോട്ട് എ സിംബൽ ഓഫ് സ്റ്റാറ്റസ്. അത്ര എനിക്ക്
പറയാനുള്ളത്. ഓക്കെ, ആ ഒരാളുടെ ക്വാളിറ്റിയും ക്യാരക്ടറും ഒക്കെ അറിയാൻ പറ്റുമല്ലേ ജിംനി എടുക്കുന്നല്ലേ? ആക്ച്വലി ജിംനി ഇസ് ജിംനി. അപ്പോൾ നിങ്ങൾക്ക് ജിംനി വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? വാങ്ങിക്കുക. ഏത് ടെറയിലും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ വേണം, ഗോ ഫോർ ജിംനി. ഓക്കെ, അത്രേ ഉള്ളൂ. കൂടുതൽ നമ്മൾ റിവ്യൂസ് കണ്ട് ഒന്നും നോക്കണം. കാരണം അത്രയും രാജ്യങ്ങളിൽ ആളുകൾ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു കാറ് നമ്മൾ എന്തിനാണ് ഇത്ര ഈ റിവ്യൂ കണ്ട് തള്ളുന്നത്? യൂസ് ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഈ ജിംനി. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇറ്റ്സ് വർത്ത്. ഇത് തുടക്കത്തിൽ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ മാരുതി അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ ഇന്ത്യയിൽ ഇത് സെയിലായാലും ഒരു പ്രശ്നമില്ല അവർക്ക്. അതേ സാധനമാണ് അവർ കയറ്റി വിടുന്നത്. ഇവിടെയൊക്കെ വളരെ കുറച്ചേ അവർ കൊടുക്കുന്നുള്ളൂ. ക്യാരക്ടർ പുറത്തറിയിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണെന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു. ശരിയാ, കാരണം നമ്മൾ ബുള്ളറ്റ് എടുത്താലും നമ്മൾ ഇപ്പം താർ എടുത്താലും ഒക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണ് പൊതുവെ എടുക്കുന്നത്. താറിനൊക്കെ വെച്ച് കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, ലൈഫൊക്കെ അടിച്ചു പൊളിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുന്ന ആൾക്കാരൊക്കെ എടുക്കുന്നത്. ഏത് പോലെ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്നറിയോ? ഒന്നിപ്പോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു 5 ഡോർ എന്നുള്ള രീതിയിലോട്ട് നമ്മൾ ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ളത്. അത് 3 ഡോർ ആയിരുന്നു പുറത്തെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഫാമിലി, ഇപ്പം ഞാൻ വൈഫ് 2-3 പിള്ളേരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. പിന്നെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ആളുകളേ ഉള്ളൂ, നമുക്ക് ഒരു വീക്കെൻഡിൽ ഒരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകണം, അങ്ങനെയുള്ളവർക്കും കൂളായിട്ട് മേടിക്കാം. പിന്നെ ലേഡീസിന് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഈസിയാണ്. സിറ്റി റൈഡിംഗ് ഒക്കെ വളരെ ഈസിയാണ്. അതുപോലെ നമുക്ക് എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അപ്രൈറ്റ് പൊസിഷനിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഏത് റോഡിനാണെങ്കിലും നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ ഒരു കണ്ടീഷൻസ് അതിനൊക്കെ പറ്റിയ കിടിലൻ സംഭവമാണ് ജിംനി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഇനി വാങ്ങാനിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അഡ്വൈസ് ആയിരിക്കും അദ്ദേഹം കൊടുത്തെന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ജിമ്മിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പെർസെപ്ഷൻസ് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചധികം വീഡിയോസ് കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുറത്തൊക്കെ ഉള്ളത്, എന്നിട്ട് വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നതിന് മടിക്കേണ്ട, തീർച്ചയായിട്ടും വായിക്കാം. അപ്പോൾ ഞാനും വീഡിയോസ് ചെയ്യുന്നുണ്ട് കുറച്ച്. അതായത് ഞാൻ വീഡിയോസ് നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് വെച്ച് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ കൂടുതൽ ഇൻഫർമേഷൻസിൽ വരെ ഞാൻ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. നിസിന്റെ ചാനലൊക്കെ താഴെ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. അപ്പം നിങ്ങളൊന്ന് കയറി നോക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നല്ല വീഡിയോസ് ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ നല്ല ഒരു വർക്ക്ഫുൾ ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബ്രോ. അപ്പം കാര്യങ്ങൾ ഗംഭീരമായിട്ട് നടക്കട്ടെ. അപ്പോൾ വീണ്ടും കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം മൈ ഷോ. ഓക്കെ.